ശ്രീ എൻ ശ്രീകുമാർ, ഒരു മാസം തികഞ്ഞതേയുള്ളൂ. അപ്പോൾ തന്നെ ഈ സർക്കാരിനെതിരെയുള്ള വിമർശനം വരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നായിരുന്നാണല്ലോ. ദുർബലമായ പ്രതിപക്ഷമാണ് കേരളത്തിൽ ഉള്ളത്, നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷം ഇതുവരെ ശക്തി ആർജിച്ചിട്ടില്ല. പക്ഷേ പാർട്ടി ഇങ്ങനെ ഈ ഒരു മാസം തികയുന്ന ഈ സമയത്ത് തന്നെ ഇത്രമാത്രം വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് അത് നല്ല കാര്യമാണോ? പക്ഷെ അതിനെ നേരിട്ട് കൊണ്ട് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നുമുണ്ട്. നോക്കൂ ശ്രീ മഞ്ജുഷേ, സത്യത്തില് കോൺഗ്രസിലെ ഇപ്പോൾ എന്താണ് പ്രശ്നം? അതിന്റെ അടിസ്ഥാനത്തിലാണുള്ള ചർച്ച. എന്താ ഇപ്പൊ കോൺഗ്രസ് എന്താ പ്രശ്നം ഉണ്ടായതെന്ന് പറയാവോ? നിങ്ങൾ ഈ കോൺഗ്രസിലെ വിമർശനം ഉണ്ടായി, ശരി. VM സുധീരൻ മദ്യനയത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നിയാസ് നമ്മളുടെ തെരഞ്ഞെടുപ്പ് മുഖ്യ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് ഒരു കത്തയച്ചു എന്ന് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അതിൽ കൂടുതൽ എന്താ സംഭവിച്ചത് ഇവിടെ? ഇത് സത്യത്തിൽ ഒന്നുമില്ല. ഈ ചർച്ചയിലെ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരത് കേട്ടിട്ട് ഇങ്ങനെ കൗതുകം കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളൂ. കാരണം ഒന്നാമത്തെ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇവിടെ പക്ഷമില്ല എന്ന് താങ്കൾ പറയരുത്. KC പക്ഷവുമുണ്ട്, ചെന്നിത്തല പക്ഷവുമുണ്ട്, സതീശൻ പക്ഷവുമുണ്ട്. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ്. അന്നും ഒരു പക്ഷവുമില്ല. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പൂത്തുലയുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ കാണുന്നത് എന്നായിരുന്നു താങ്കളെ പോലുള്ളവർ പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് അടിയോടടി തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ KC ഇറങ്ങിക്കളിക്കുവാനുള്ള ഒരു അവസരം നോക്കി നിൽക്കുകയാണ്. കാരണം അത്രമാത്രം അപമാനിതനായിരുന്നു KC വേണുഗോപാൽ ആ സമയത്ത്. ആവശ്യമില്ലാത്ത കളിയാണ് അദ്ദേഹം കളിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര ഡാമേജ് ആ ഒരു ഒറ്റ കളിയിലൂടെ സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവസരം നോക്കിയിരിക്കുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെയാണ് അദാനി വിഷയത്തിൽ അദ്ദേഹം പെട്ടെന്ന് തന്റെ അഭിപ്രായം പറയുകയും ചെയ്തു. അത് മാത്രമല്ല, തന്റെ പക്ഷക്കാർ ഇറങ്ങിക്കളിക്കുന്നത് അദ്ദേഹം നോക്കി നിൽക്കുന്നുമുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, ഇതൊക്കെ കേരള രാഷ്ട്രീയം പലതവണ കണ്ടിട്ടുള്ള കാര്യമാണ്. അത്രയും വലിയ ശക്തിയൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അത് ഇത്ര നേരത്തെ വേണമായിരുന്നു എന്നുള്ളതാണ്. അല്ല, ശ്രീ മഞ്ജുഷ് ഗോപാലിന്റെ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇവിടെ KC പക്ഷവും ഉണ്ടാകും, സതീശൻ പക്ഷവും ഉണ്ടാകും, ചെന്നിത്തല പക്ഷവും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ KC പക്ഷമാണ് ഇപ്പൊ പ്രശ്നം എന്നാ പറയുന്നത്. അപ്പൊ ചെന്നിത്തല പക്ഷം പ്രശ്നമല്ലേ? ചെന്നിത്തലയല്ലേ VD സതീശനെക്കാളും സീനിയർ ആയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ ഉണ്ടായതൊരു MLA? ഞാൻ പറയണോ ശ്രീ എൻ ശ്രീകുമാർ, ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടി, അതുകൊണ്ട് അദ്ദേഹം അടങ്ങി, അത്രയേ ഉള്ളൂ. ഇതൊക്കെ തുറന്നു പറയിപ്പിക്കണോ? അല്ല, KC വേണുഗോപാൽ ഡാമേജ് ഉണ്ടായത് KC വേണുഗോപാലിനാണ് സാർ. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡാമേജ് ഉണ്ടായത് KC വേണുഗോപാലിനാണ്. അദ്ദേഹം സംസ്ഥാനത്ത് ഒരു വില്ലനായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. ശരിയാണ്, അദ്ദേഹം ആവശ്യമില്ലാത്ത കളി കളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം മത്സരിക്കാതെ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരാൻ ആഗ്രഹിച്ചു. അത് മോശമായി പോയി. പക്ഷേ അത് അദ്ദേഹത്തിന് ഡാമേജ് ഉണ്ടാക്കി. അപ്പോൾ ആ ഡാമേജ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി കളിക്കും. ഇപ്പൊ ഞാൻ സംസാരിക്കണോ അതോ മഞ്ജുഷ സംസാരിക്കണോ? മഞ്ജുഷിന്റെ വാദങ്ങൾ നിരത്താനായിട്ട് മഞ്ജുഷിന് എന്ത് വേണേ പറയാം, എനിക്കൊരു വിരോധമില്ല. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിലെ നിങ്ങൾ ഈ പറയുന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനമായ ഒരു വിഷയമില്ല. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്ത്? KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു, അദ്ദേഹത്തിനാകാൻ പറ്റിയില്ല, സതീശനായി. പക്ഷെ ഒരു 6 മാസം പോരാ, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ചർച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും പറയാം. ഒരു മാസം പ്രായമായ ഒരു മുഖ്യമന്ത്രി ഇറക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ശ്രമിക്കുവോ? ബുദ്ധിയുള്ള കോൺഗ്രസ് നേതാവ് ശ്രമിക്കുവോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ KC പക്ഷം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അങ്ങനത്തെ പക്ഷത്തിൽ ഒരുപാട് പേരുണ്ട്. സതീശന്റെ ഒപ്പം നിൽക്കുന്നവർ KCക്കൊപ്പം നിൽക്കുന്നവരുണ്ട്, A ഗ്രൂപ്പിൽ നിൽക്കുന്നവർ KCക്കൊപ്പം നിൽക്കുന്നവരുണ്ട്, I ഗ്രൂപ്പിൽ നിൽക്കുന്നവര് KCക്കൊപ്പം നിൽക്കുന്നവരുണ്ട്, A ഗ്രൂപ്പിൽ നിൽക്കുന്നവര് രമേശന്റെ ഒപ്പം ഉണ്ട്. ഇങ്ങനെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം ഇപ്പൊ ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ പഴയ കാലത്ത് A ഗ്രൂപ്പായിരുന്നു. ഇപ്പൊ ഞാൻ ഏത് ഗ്രൂപ്പാന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള നേതാവിന്റെ കൂടെ. നമ്മൾ മുഖ്യമന്ത്രി ചർച്ച നടന്ന സമയത്ത് ആരൊക്കെ ഏത് ഗ്രൂപ്പിലാണെന്ന് വ്യക്തമായതാണല്ലോ. MLA-മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബഹുഭൂരിപക്ഷവും KCക്ക് വേണ്ടിയായിരുന്നു കൈപൊക്കിയത്. പരസ്യമായി വന്ന കാര്യമാണ്. അപ്പോൾ ആ സമവാക്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയില്ല. കാരണം പവർ പൊളിറ്റിക്സിനൊപ്പം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നിൽക്കുക MLA-മാരും. അതിനനുസരിച്ച് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അത്ര മാറ്റം വന്നിട്ടില്ല എന്നാണ് കേട്ടോ അണിയറ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ചർച്ചയ്ക്ക് അടിസ്ഥാനമാകുമ്പോൾ ആ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാകണം. ഇവിടെ പാർട്ടിയിൽ പ്രശ്നമില്ലാതെ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ പ്രശ്നമാകുമോ?
ഇപ്പൊ എല്ലാ ചാനലുകളും ഒരു ചാനൽ ആക്ടിവിസത്തിന്റെ കാലമാണ്. ചാനൽ ആരാണോ ആക്ടിവിസ്റ്റിന്റെ കാര്യമല്ല, ഭരിക്കുന്നത്? KPCC യോഗം വിളിക്കുന്നില്ല. KPCC യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു KPCC ജനറൽ സെക്രട്ടറി കത്ത് കൊടുക്കുന്നു. അത് കിട്ടിയിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. ഇതൊക്കെ പാർട്ടിയിൽ പ്രശ്നമില്ലാത്തതിന് ഉദാഹരണമാണോ സാർ? അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിനെതിരെ, അത് ചില്ലറ കാര്യമല്ല, സംഘ് പരിവാർ ബന്ധം ആരോപിച്ചുകൊണ്ടാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് വന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. സമയം ചോദിച്ചിട്ട് സമയമില്ല എന്ന മറുപടിയാണ് കിട്ടിയതെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. പാർട്ടിയിൽ പ്രശ്നമില്ലാത്തത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? എന്റെ മഞ്ജുഷേ, എന്തോ അതായത് താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രശ്നം ഉണ്ടാകില്ല. പ്രശ്നം ഉണ്ടായാൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കൊരു പ്രശ്നം, ഞാൻ ഈ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും ഈ വേദികളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ കോൺഗ്രസിന്റെ വക്താവല്ലല്ലോ. പക്ഷെ പ്രശ്നമില്ലാണ്ട് ഞാൻ അങ്ങനെ പറയും. എ ഗ്രൂപ്പിന്റെ ആണെങ്കിലും, ചെന്നിത്തല ഗ്രൂപ്പ് ആണെങ്കിലും, സതീശൻ ഗ്രൂപ്പ് ആണെങ്കിലും, അതുപോലെ KC ഗ്രൂപ്പ് ആണെങ്കിലും, നിങ്ങൾ ഏത് ഗ്രൂപ്പ് വേണേ പറഞ്ഞോ, എല്ലാവരും കോൺഗ്രസിൽ അവരുടെ അഭിപ്രായം പറയും, പരസ്യമായിട്ട് പറയും. മദ്യനയം VM സുധീരന്റെ അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? കോൺഗ്രസിലെ മുന്നണിയിൽ എന്ത് സംഭവിച്ചു? നിയാസ് അഭിപ്രായം പറഞ്ഞു. എന്ത് സംഭവിച്ചു? പറയൂ. ഇതൊന്നും ഇല്ലാതെ നമ്മൾ നിയാസിന്റെ അഭിപ്രായം എടുത്ത് തോട്ടിൽ കളഞ്ഞു. എന്നിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു മുഖ്യമന്ത്രിയായ VD സതീശൻ. അത്രേ സംഭവിച്ചുള്ളൂ. VM സുധീരനും അങ്ങനെ തന്നെ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെയും മുഖവിലേക്ക് എടുത്തില്ല. അദ്ദേഹം സീനിയർ നേതാവ് എന്ന പരിഗണന പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇതൊക്കെയാണ് സംഭവിച്ചത്. അല്ല, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്, ശരി. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസം തുടക്കത്തിലെ ഉടലെടുത്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ല മഞ്ജുഷ, ഇത് ഞാൻ പറഞ്ഞ ഇത് അഭിപ്രായ ഭിന്നതയല്ല. ഇത് അവരവരുടെ അഭിപ്രായത്തെ, അവരവരുടെ ഒരു വിഷയത്തെ കുറിച്ച് അവരവരുടെ അഭിപ്രായം, മുതിർന്ന നേതാക്കൾ അവരുടെ അഭിപ്രായം പറയുന്നത് കോൺഗ്രസിൽ പുതുമയുള്ള കാര്യമല്ല. ഇവിടെ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാല്, കേരളത്തിൽ ഇപ്പൊ KPCC സംവിധാനമില്ല. KPCC സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായം പറയാൻ ഒരാൾക്ക് കൃത്യമായി പറ്റുന്നില്ല. കോൺഗ്രസിന്റെ അവസാന വാക്ക് പ്രസിഡന്റാണ്. ആ നിലയ്ക്ക് ആ അഭിപ്രായം പറയാൻ പറ്റാവുന്ന സംവിധാനമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുന്നണി ഗവൺമെന്റും പാർട്ടിയും തമ്മിലുള്ള ഏകോപനത്തിലുള്ള രണ്ട് സംവിധാനം കോൺഗ്രസിലുണ്ട്. ഒന്ന് രാഷ്ട്രീയകാര്യ സമിതി, ഒന്ന് കോർ കമ്മിറ്റി. ഇത് രണ്ടും വരണമെങ്കിൽ KPCC പ്രസിഡന്റ് നിയമിക്കപ്പെടണം. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാല്, VD സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗമാണ്. ഏതെങ്കിലും വിഷയം അദ്ദേഹത്തിന് ആരോടെങ്കിലും ആലോചിക്കണമെങ്കിൽ അത് ആലോചിക്കാനുള്ള 8 or 10 നേതാക്കളോട് അദ്ദേഹം അത് സംസാരിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, എല്ലാ വിഷയങ്ങളും പാർട്ടിയിൽ കോൺഗ്രസ് ചർച്ച ചെയ്യാറില്ല. ഉദാഹരണം, ചാരായം നിരോധിച്ച കാലത്ത് മുഖ്യമന്ത്രി AK ആന്റണി ആയിരുന്നു, മന്ത്രിയായിരുന്നത് K ശങ്കരനാരായണൻ. ചാരായ നിരോധനം KPCCയിലെ ചർച്ച ചെയ്യാതെയാണ് നടപ്പാക്കിയത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് മദ്യനയത്തെ കുറിച്ച്. പിന്നെ KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായി. എന്റെ സുഹൃത്ത് ശ്രീ കൊച്ചുകൂടി പറഞ്ഞു അത് നിസ്സാര വകുപ്പാണെന്ന്. അല്ല, പിണറായി വിജയൻ ഇരുന്ന വകുപ്പാണത്, T ശിവദാസ മേനോൻ ഇരുന്ന വകുപ്പാണത്, ആര്യാടൻ മുഹമ്മദ് ഇരുന്ന വകുപ്പാണത്, G കാർത്തികേയൻ ഇരുന്ന വകുപ്പാണത്, K മുരളീധരൻ ഇരുന്ന വകുപ്പാണത്. വലിയ വകുപ്പാണത്. ആ വകുപ്പാണ് നമ്മൾ ഈ സംസാരിക്കാൻ നമുക്ക് വെളിച്ചം തരുന്ന ആ വകുപ്പാണ്. അപ്പൊ അത് വലിയ വകുപ്പാണ്. പക്ഷെ വിഷയം എന്താ വെച്ചാൽ, KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാള്, മുരളീധരനും വൈദ്യുത മന്ത്രിയായിരുന്നു, സണ്ണി ജോസഫും വൈദ്യുത മന്ത്രിയായിരുന്നു. വൈദ്യുതിക്ക് വലിയ പ്രാധാന്യം കേരളത്തിലുണ്ട്. പക്ഷെ അതൊന്നുമല്ല ചർച്ച. അതല്ല ചർച്ച. വേണ്ടതെന്ന് വെച്ചാൽ KPCCക്ക് ഒരു പ്രസിഡന്റ് വേണമെന്ന് ഇന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് വിഷയം. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. എന്താ കാരണം എന്നറിയാമോ? അവരെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ ചാനലുകളും അതുപോലെ പ്രതിപക്ഷവും എതിർക്കുന്നതിന്റെ കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞാൻ ചാനൽ ആക്ടിവിസ്റ്റ് എന്ന് പറയാൻ കാരണം, ചാനലുകൾ എപ്പോഴും ഒരു പ്രതിപക്ഷ മനസ്ഥിതി ഉള്ളവരാണ്. ഏത് ഗവൺമെന്റ് വന്നാലും ചാനലുകൾ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുള്ളൂ. അത് VS പിണറായി പോര് വന്നപ്പോഴേ പിണറായിക്കൊപ്പം അല്ല ചാനലുകൾ നിന്നത്, VS എന്ന മനുഷ്യന്റെ പിന്നിലാണ്. അതുപോലെ കേരളത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് ശക്തമായ കാലത്ത് മാധ്യമങ്ങൾ ആന്റണിക്കൊപ്പമാണ് നിന്നത്, കരുണാകരനൊപ്പം അല്ല. അപ്പൊ അതുപോലെ ഇത് പുതുമയില്ല. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നമില്ലാതെ പ്രശ്നമുണ്ടെന്ന് ചാനലുകൾ പറയുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ ചാനലുകൾ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അത് ഞാൻ സമ്മതിക്കുകയാണ്. ചാനലുകൾ എപ്പോഴും പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, അതങ്ങനെ ചെയ്യുകയുള്ളൂ.
പ്രതിപക്ഷ നിലപാട് തന്നെ സ്വീകരിക്കേണ്ടി വരും. അത് പക്ഷേ ഒരു 6 മാസമെങ്കിലും അതിനൊരു ഹണിമൂൺ പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലും നൽകാൻ കഴിയാത്തത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതുകൊണ്ടാണ് കേട്ടോ. പ്രതിപക്ഷം ദുർബലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വളരെ ദുർബലമായ പ്രകടനമാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ആദ്യ നിയമസഭാ സമ്മേളനത്തിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അല്ലല്ല, അത് കോൺഗ്രസ് തന്നെയാണ് ഒരു വിമർശന ശക്തിയായിട്ട് വരുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.